ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണമോളെ വിളിച്ച് വിവരം പറഞ്ഞിട്ട് അലീന നേരെ ബാലൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. ബാലേട്ടൻ ഇങ്ങനെ കിടക്കുക. അപ്പോൾ മോൾ അടുത്ത് വന്നു. അച്ഛനിങ്ങനെ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ കിടക്കുന്നു. അലീന അപ്പോൾ അച്ഛൻ്റെ നെഞ്ചിൽ കൈ വെച്ച് അച്ഛനെ സമാധാനിപ്പിക്കുകയാണ്. അച്ഛൻ ഞാനിനി എന്ത് ചെയ്യും മോളെ എന്നിങ്ങനെ അച്ഛൻ ചോദിക്കും. അച്ഛൻ മരുമരാഴികളെ പറ്റി ഒന്നും ചിന്തിക്കരുതെന്ന് അലീന ബാലനോട് പറയുക. വീട്ടിലെ കാര്യം അത് ഞാനിവിടെ ഉണ്ടല്ലോ, അച്ഛൻ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അച്ഛൻ സമാധാനമായിട്ട് ഇവിടെ നിന്ന് കിടന്നാൽ മതിയെന്ന് അലീന പറയുമ്പോൾ മോളെ നിനക്ക് എന്തറിയാമെന്ന് അച്ഛൻ പറയുക കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. താങ്ങാൻ പറ്റുമോ നിനക്കെന്ന് ചോദിക്കുമ്പം എനിക്ക് വിട്ടേക്കച്ചാ, എല്ലാം എനിക്ക് വിട്ടേക്കാൻ അലീന ബാലനോട് പറയുവാണ്. അപ്പോൾ ബാലൻ ഇങ്ങനെ അലീനയെ നോക്കുക കേട്ടോ. ഞാനിപ്പോൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണെന്ന് അലീന ബാലനോട് പറഞ്ഞു. പിന്നെ ഗോവർദ്ധൻ അങ്കിളിനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയാമെന്നും അലീന ബാലനോട് പറയുവാണ്. പിന്നെ വീട്ടിലെ ബബിതയും കൃഷ്ണമോളും മാത്രമല്ലേ ഉള്ളൂ, ഞാൻ പോയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അലീന അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ മോളെ എന്നും പറഞ്ഞ് അച്ഛൻ തിരിച്ചു വിളിച്ചു. അപ്പോൾ അലീന ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് ബാലൻ പറയുമ്പോൾ അച്ഛൻ ഒന്നും ചെയ്യണ്ട, അച്ഛൻ ധൈര്യമായിട്ട് ഇരിക്കുക, ഇവിടെ ഐസിയുവിൽ വേറെ ആരും വേണ്ടല്ലോ അച്ഛാന്ന് അലീന ഇങ്ങനെ ബാലനോട് പറയൂ കേട്ടോ. അങ്ങനെ അതും പറഞ്ഞ് അലീന ഇങ്ങനെ അച്ഛനെ സമാധാനിപ്പിച്ചിട്ട് നിൽക്കുവാണ്. അപ്പോൾ മോൾ പോകാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ അലീനയുടെ കയ്യിലേക്ക് പിന്നെയും പിടിച്ചു ഇങ്ങനെ. അപ്പോൾ അലീന ഇങ്ങനെ തിരിഞ്ഞെന്താ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ മോളെ എൻ്റെ ഫോണ് അതെൻ്റെ കയ്യിലുണ്ട് അച്ഛാന്ന് അലീന പറയാം കേട്ടോ. അതിങ്ങ് തരാൻ പറഞ്ഞു. അന്നേരം വേണ്ട, അതിപ്പോൾ അച്ഛൻ്റെ കയ്യിൽ വേണ്ട, അച്ഛന് കുറച്ച് ദിവസത്തേക്ക് ഫോണൊന്നും വേണ്ടാന്ന് അലീന പറയുക. അപ്പം ന്യൂസ് പേപ്പറും ഒന്നും വേണ്ടാന്ന് അലീന ഇങ്ങനെ അങ്ങനെ അതും പറഞ്ഞ് അനങ്ങാതെ ഇവിടെ ഒന്ന് കിടന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അലീന ഇങ്ങനെ നിൽക്കുമ്പോൾ ചങ്ക് പൊട്ടുന്ന വേദനയോടെ ബാലൻ ഇങ്ങനെ കരയുക. അപ്പോൾ നേഴ്സ് അങ്ങോട്ടേക്ക് വന്നിട്ട് രാത്രി ആരെങ്കിലും ബൈസ്റ്റാൻഡറായിട്ട് നിന്നാൽ മതി, പകൽ ആരും വേണ്ട, ഞങ്ങളുണ്ടല്ലോ എന്ന് സിസ്റ്റർ പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അലീന യാത്ര പറഞ്ഞങ്ങ് പോയി. ബാലൻ ഇങ്ങനെ അങ്ങനെ അവിടെ കിടക്കുന്നു. ഇത് കഴിഞ്ഞ് അലീന നേരെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും കൃഷ്ണ ഓടി വരുക കേട്ടോ. വന്ന് വാതിൽ തുറന്നു. അപ്പോൾ അലീന അകത്തേക്ക് കയറി. അപ്പോൾ ആരെങ്കിലും ഇവിടെ നിങ്ങൾ അന്വേഷിച്ച് വന്നോ മോളെ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ചേച്ചി, ആരും വന്നില്ല എന്ന് പറഞ്ഞു. ബബിത എന്തിയെന്ന് ചോദിക്കുമ്പോൾ ഇത് റൂമിലുണ്ട്, കിടക്ക് ചേച്ചി എന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ എങ്ങനെയുണ്ട് ചേച്ചി എന്ന് ചോദിച്ചപ്പം അത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പിന്നെ പേടിക്കാനൊന്നുമില്ല, ഐസിയുലാണെന്ന് അലീന കൃഷ്ണയോട് പറയുക. അച്ഛന് പിന്നെ അറ്റാക്കും എല്ലാം വന്നാണ് ചേച്ചി എന്ന് ചോദിക്കുമ്പം അതേന്ന് പറഞ്ഞു. മൈനർ അറ്റാക്കാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്, ഹോസ്പിറ്റലായതുകൊണ്ട് ഇനി പേടിക്കാനൊന്നും ഇല്ലയെന്നും അലീന പറയുക. സംസാരിക്കുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നോട് വീട്ടിൽ പോയിക്കൊള്ളാനും പറഞ്ഞെന്നും പറഞ്ഞു. അങ്ങനെ അലീന അങ്ങനെ പറഞ്ഞതിന് അച്ഛൻ്റെ ഫോണല്ലേ ചേച്ചിയുടെ കയ്യിലുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ അതെ, ഞാനിങ്ങ് കൊണ്ടുപോകുന്നതാണെന്ന് പറയാം, കൊടുക്കാൻ മറന്നതാണോ എന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ അല്ല, അച്ഛൻ ഇനി കുറച്ച് ദിവസത്തേക്ക് ഫോണൊന്നും വേണ്ട മോളെ, അപ്പോൾ എന്തായാലും ഇനി കേൾക്കാനും വരാനും പോകുന്നത് സുഖമുള്ള വാർത്തകളൊന്നും ആയിരിക്കില്ലല്ലോ മോളെ എന്ന് അലീന കൃഷ്ണയോട് പറയാം. അപ്പോൾ അതൊക്കെ കൃഷ്ണയ്ക്ക് ഭയങ്കര സങ്കടം. അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്ന് ചുമ്മാ ടെൻഷൻ അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന് അലീന കൃഷ്ണയോട് പറയുന്നിട്ട് അലീന അകത്തേക്ക് കയറിപ്പോയി. കൃഷ്ണ സങ്കടപ്പെട്ട് അവിടെ നിൽക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അലീന അവിടെ ജോലികളും കാര്യങ്ങളും തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഫോണിലേക്ക് കോൾ വന്നു. അപ്പോൾ അതേ അലീന ഓടിച്ചെന്ന് കോൾ എടുത്തു. ഹലോ, ആരാ അവിടെ ഫോൺ എടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ അലീനയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ വിളിച്ചത് വേറെ ആരുമല്ല, നമ്മുടെ കമല കുഞ്ഞമ്മയായിരുന്നു. നിന്നോട് ആരാടി പറഞ്ഞത് ഫോൺ എടുക്കാൻ? ബാലചന്ദ്രൻ ഇല്ലേ അവിടെ നീ ചോദിക്കുമ്പം അച്ഛൻ എവിടെ ഇല്ല എന്ന് പറഞ്ഞു. അച്ഛനാ? ആരുടെ അച്ഛനാടി എന്ന് കമല ചോദിക്കുമ്പം ഇവിടുത്തെ കുട്ടികളുടെ അച്ഛൻ മതിയോ എന്ന് അലീന കമലയോട് ചോദിച്ചു. അപ്പോൾ എന്നും പറഞ്ഞ് കമല ഇങ്ങനെ നിൽക്കുക. കൃഷ്ണമോളെ അതേ ഫോൺ എന്നും പറഞ്ഞ് അലീന കൃഷ്ണയെ വിളിച്ചു. കൊല്ലപ്പള്ളിയിൽ നിന്ന് കമലാൻറ്റി വിളിക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തിട്ട് അലീന അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ കൃഷ്ണ ഫോൺ വാങ്ങിച്ചു. ഹലോ, എന്താ ആൻറ്റി? കൃഷ്ണയാണോടി? അതേലോ. മറ്റവൾ വന്ന് ഫോൺ എടുത്തപ്പോൾ എനിക്ക് കാലി വന്നു എന്നും പറഞ്ഞുകൊണ്ട് കമല ഇങ്ങനെ പറയുക. കാലിപ്പിക്കാൻ പറ്റിയ സമയം. മകന് റേപ്പ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യമൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ആ കാര്യം പറയാനാണ് ഞാൻ നിന്നെ വിളിച്ചത്, വക്കീലിനെ കാണാനും ഹരിയെ ജാമ്യത്തിൽ ഇറക്കാനും ഒക്കെ. ഇനി ബാലചന്ദ്രനല്ലാതെ വേറെ ആരാ ഉള്ളതെന്ന് ചോദിക്കുമ്പം ആൻറ്റി ഉദ്ദേശിക്കുന്ന ബാലചന്ദ്രനെ സ്വന്തം മകനെ പോലീസ് ഒന്ന് പിടിച്ചുകൊണ്ട് പോയതിൻ്റെ ഷോക്കിൽ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. അയ്യോ, രോഹിയും പോലീസ് പിടിച്ചായിരുന്നു എന്ന് കമല ചോദിക്കാം. അപ്പോൾ ഹരിക്കൊരു കൂട്ടായല്ലോ എന്നാണ് കമല പറഞ്ഞത്. നല്ല അമ്മ. അപ്പോൾ തീർന്നില്ല, വേറെ 2 കൂട്ടുകാരും കൂടെ ഉണ്ടെന്നാണ് കേട്ടതെന്ന് കൃഷ്ണ പറഞ്ഞപ്പം അവരെന്നാ ചെയ്തട്ടാ ഒരു പെണ്ണിനെയും കൂട്ടി എവിടെയോ ടൂർ പോയതിനാണോ? എൻ്റെ പൊന്ന ആൻറ്റി, എനിക്കൊന്നും ആൻറ്റിയോട് പറയാനില്ല, TV വെച്ച് നോക്കേ, ഞാൻ ഫോൺ വെച്ചോട്ടെ എന്ന് കൃഷ്ണ കമലയോട് പറഞ്ഞു. ഫോണും അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കമല ഇങ്ങനെ ഇരിക്കുവാണേ.
കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഗോവർദ്ധനെയാണ് കാണിക്കുന്നത്. ഗോവർദ്ധന അലീനെ വിളിച്ചു. അപ്പോൾ അങ്കിളെ അതെ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ എന്ന് പറഞ്ഞു. പറഞ്ഞു അലീന എന്ന് പറഞ്ഞു. അലീന വിവരങ്ങളെല്ലാം പറയുവാണ്. അപ്പോൾ വിവരങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവർദ്ധൻ അന്തം വിട്ട് ഇങ്ങനെ പോവുക. അപ്പോൾ കടയൊക്കെ അടുത്ത ഒരാഴ്ചത്തേക്ക് അടച്ചിട്ടേക്കാൻ പറഞ്ഞു. സ്റ്റാഫുകളെ എല്ലാം വിളിച്ച് വിവരം പറയണേന്നൊക്കെ അലീന ഇങ്ങനെ ഗോവർദ്ധനോട് പറയുമ്പോൾ ബാലേട്ടൻ പറഞ്ഞോ തുറക്കണ്ടെന്ന്. അന്നേരം അച്ഛൻ അതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഇപ്പോൾ എന്ന് അലീന പറഞ്ഞു. എന്നാലും മോളെ ബാലേട്ടനോട് ചോദിക്കാതെ അത് ചോദിച്ചിട്ടും മതി അങ്കിളെ, അങ്കിൾ അങ്ങനെ ചെയ്താൽ മതി. ആദ്യം ഹോസ്പിറ്റലിൽ പോയി അച്ഛനെ ഒന്ന് കാണണം അങ്കിള്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും നല്ലൊരു വക്കീലിനെ കണ്ട് രോഹിത്തിനെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നൊക്കെ അലീന ഇങ്ങനെ ഗോവർദ്ധനോട് പറയുക. പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസിൻ്റെ വിശദ വിവരങ്ങളൊക്കെ ഒന്ന് അറിയണമെന്നൊക്കെ അലീന പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തോളാമെന്ന് ഗോവർദ്ധനും പറഞ്ഞു. പക്ഷേ ഷോപ്പുകൾ അടച്ചിടേണ്ട ആവശ്യം എന്താണെന്ന് മനസ്സിലായില്ലല്ലോ മോളെ എന്ന് പറഞ്ഞപ്പം അത് പിന്നെ അങ്കിളെ നാട്ടുകാർ തല്ലി പൊളിക്കാൻ തീ വെക്കുകയും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞതെന്ന് അലീന ഇങ്ങനെ ഗോവർദ്ധനോട് പറയുക. അപ്പോൾ ഓക്കെ അങ്കിളെ വെക്കുവാണെന്ന് പറഞ്ഞുകൊണ്ട് അലീന ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അലീന പുറത്തിരുന്ന് ഭയങ്കര കരച്ചിൽ. അപ്പോഴേക്കും ബബിത അങ്ങോട്ടേക്ക് വന്നു. അന്നേരം അലീന ഇങ്ങനെ പുച്ഛഭാവത്തോടു കൂടി നോക്കുക കേട്ടോ. അലീനയ്ക്കാണ് അന്നേരവും കുറ്റമായിട്ട് ബബിത കാണുന്നത്. എന്നിട്ട് ബബിത അകത്തേക്ക് കയറി പോയി അലീനയെ തുറച്ച് നോക്കിയിട്ട്. ഇത് കഴിഞ്ഞ് പിന്നെ കളിക്കുന്ന നമ്മുടെ മനു വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് അലീനയുടെ ഫോണിലേക്ക് കോളും വന്നു. അപ്പോൾ ഹലോ മനുവേണ്ണൻ ഇത് എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ എറണാകുളത്തുനിന്ന് വീട്ടിലോട്ട് പോകുവാന്ന് പറഞ്ഞു. അതെ അറിഞ്ഞായിരുന്നു എല്ലാം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനെല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ എറണാകുളത്തുനിന്ന് പോകുന്നത് എന്ന് മനു അലീനയോട് പറയാം. മനുവേട്ടനോട് താരക പറഞ്ഞത്. അപ്പോൾ ഹരിയുടെ ഫ്രണ്ടിൻ്റെ എൽഡർ ബ്രദർ വിളിച്ചായിരുന്നു. അയാളുടെ അനിയനും അറസ്റ്റിലാണ്. അപ്പോൾ അവർ 4 പേരാ പ്രതികളെന്ന് പറഞ്ഞു. ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുവെന്ന് അലീന ഇങ്ങനെ മനുവിനോട് പറയുവാണ്. റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടി ഹോസ്പിറ്റലിലാണെന്നും അതിന് 18 വയസ്സ് തികഞ്ഞിട്ടില്ലെന്നാണ് കേൾക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമോ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ മനുവിനും ആകെ ടെൻഷനായി. അതെല്ലാം ഭയങ്കര പ്രശ്നമാകും മനുവേട്ടാന്നൊക്കെ അലീന പറയുക. പിന്നെ ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്താണെന്നൊന്നും അറിയത്തില്ല എന്നും പറഞ്ഞു. പിന്നെ അതിന് ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം അതിപ്പോൾ ഗവൺമെൻറ് നോക്കിക്കോളുമെന്നും പോലീസും രാഷ്ട്രീയക്കാരും വനിതാ സംഘടനകളും എല്ലാവരും കൂടി ഇത് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കുമല്ലോ. പിന്നെ മനുവേട്ടാ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്ന കാര്യം അലീന മനുവിനോട് പറയുക. അത് ഹരിയാണെങ്കിലും രോഹിത് ആണെങ്കിലും ശരി, ഒരു മാറ്റം ഉണ്ടാകരുത് എന്ന് അലീന മനുവിനോട് പറയുവാണ്. അറിവില്ലാത്ത കൊച്ചു കുഞ്ഞുങ്ങളൊന്നും അല്ലല്ലോ 2 പേരും, ആണോ? എന്തൊക്കെയാ ചെയ്ത് കൂട്ടിയിരിക്കുന്നത്? എൻ്റെ അടുത്ത് ഇതേ അഭ്യാസം കാണിച്ചവനാണെന്ന കാര്യം അലീന പറയണു. പിന്നെ ഇനി ആവർത്തിക്കരുതെന്ന് പലതവണ പറഞ്ഞു കൊടുത്തതാ, പലതവണ വാണിംഗും കൊടുത്തതല്ലേ എന്ന് ചോദിച്ചു. മനുവിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നും പറയാനില്ല. മനു അലീന പറഞ്ഞൊക്കെ കേൾക്കാം. ഇനി അനുഭവിക്കാനുള്ളത് അനുഭവിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ പക്ഷേ 2 ചെറുപ്പക്കാരുടെ ജീവിതം 21 വയസ്സല്ലേ ആയിട്ടുള്ളൂ. 18 തികയാത്തൊരു പെങ്കൊച്ചു മറുവശത്തുണ്ട്. അതുകൂടി ആലോചിക്കണ്ടേ എന്ന് അലീന മനുവിനോട് ചോദിക്കുക. അതെന്താ മനുവേട്ട മറന്നു പോണേന്ന് ചോദിച്ചു. എന്തായാലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് പറ്റത്തില്ല മനുവേട്ട എന്ന് അലീന ഇങ്ങനെ പറയുമ്പോൾ നിന്റെ കൂടപ്പറപ്പാണ് രോഹിത്, അത് നീ മറക്കല്ലേ എന്ന് അലീനയോടും മനു അന്നേരം ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ആയിക്കോട്ടെ, പക്ഷേ ഞാൻ മറ്റു പെൺകുട്ടിയുടെ കൂടെയാണ് എന്ന് അലീന മനുവിനോട് പറഞ്ഞു. ഇവിടുത്തെ അവസ്ഥ മനുവേട്ടൻ അറിയാവോന്ന് ചോദിച്ചു. എന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ വന്ന് പോലീസ് രോഹിത്തിനെ പിടികൂടി. അച്ഛൻ്റെ മുന്നിലിട്ട് അവർ പിടിച്ചത്. അച്ഛൻ കുഴഞ്ഞു വീണിപ്പോൾ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. വിവരങ്ങളെല്ലാം കേട്ടപ്പോൾ മനു ആകെ തകർന്നു പോയിട്ടോ. രാത്രി ബ്രേക്കിംഗ് ന്യൂസ് ഇതായിരിക്കും ചാനലുകളിലെന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ അലീന പറയുവാണ്. നാളത്തെ പത്രങ്ങളിലും ഇതായിരിക്കും എന്നൊക്കെ പറയുമ്പം എന്നാ ചെയ്യാനാ, ഇനി മനുഷ്യരുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ? നോക്കണ്ടല്ലോ എന്നൊക്കെ മനു ഇങ്ങനെ അലീനയോട് പറഞ്ഞിട്ട് ശരി എന്നാൽ ഞാൻ നിർത്തുമോ, വേഗം എത്തിയിട്ട് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മനു നേരെ വീട്ടിലേക്ക് പോയി. അപ്പോഴത്തേക്കും കമല ഫോൺ എടുത്ത് വിളിച്ച് കെട്ടിയവനോട് വിവരങ്ങളെല്ലാം പറയുക. ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുക, ഇതെന്ത് എടുക്കാത്തതെന്നൊക്കെ ചോദിച്ചു. അപ്പം നീ കാര്യം പറയാൻ പറഞ്ഞപ്പോഴാണ് സകല വിവരവും പറയുന്നത്. 6ാം ബർത്ത്ഡേ ആഘോഷിച്ച് രോഹിത്തും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പെണ്ണിന് പരാതി പീഡിപ്പിച്ചു എന്നും പറഞ്ഞു. അപ്പോൾ ഹരിയും രോഹിത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തെന്നാണോ നീ പറയുന്നേ എന്ന് ശിവൻ ഇങ്ങനെ ചോദിച്ചു. അന്നേരം അതല്ല ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ശിവേട്ടൻ എങ്ങനെയെങ്കിലും ഹരി ഒന്ന് ജാമ്യത്തിൽ ഇറക്കാൻ നോക്ക്. പോലീസ് ഹെഡിലോട്ട് വിളിച്ചു പറ 25,000 50,000 എത്ര എന്ന് വെച്ചാൽ കൊടുക്കാമെന്നും പറയാനൊക്കെ കമല കെട്ടിയാനെ വിളിച്ചു പറയുക. പിന്നെ രോഹിത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല, അത് ബാലേന്ദ്രൻ നോക്കിക്കോളൂ എന്നാണ് കമല ശിവനോട് പറഞ്ഞത്. അലീന ഉണ്ടല്ലോ അയാൾക്ക് പ്രധാനമന്ത്രിയായിട്ട് എന്നൊക്കെ പറയുമ്പം ഫോൺ വെച്ചിട്ട് പൊടി പുല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ശിവൻ ദേഷ്യപ്പെട്ടു. ഞാൻ അലീനയെ വിളിച്ച് വിവരം തിരക്കിക്കൊള്ളാം, നീയൊക്കെ എങ്ങനെ മനുഷ്യകൊലത്തിൽ വന്ന് ജനിച്ചടി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു.
അപ്പോൾ കമല അന്തം വിട്ടിങ്ങനെ നിൽക്കുക. ശിവൻ അങ്ങനെ പറയുന്നത് കേട്ട് പറഞ്ഞു തീർന്നില്ല. മനു എന്ന മകൻ വീട്ടിലേക്ക് വന്ന് കോളിംഗ് ബെൽ അടിച്ചു. അമ്മ ചെന്ന് വാതിൽ തുറന്നപ്പോൾ അതേ മകനെ കണ്ടപ്പോഴത്തേക്കും അമ്മ ശ്വാസം നേരെ വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായാലും രക്ഷിക്കാൻ മോൻ എത്തിയല്ലോ എന്നത്. നീ വന്നോ? എടാ മോനെ, ഹരിയെ പോലീസ് പിടിച്ചിടാന്ന് അമ്മ പറയുമ്പോൾ അമ്മ പുറകെ പോയില്ലേ? അപ്പം തന്നെ ചെന്ന് ജാമ്യത്തിൽ ഇറക്കണ്ടേന്ന് ചോദിച്ചു. അപ്പം ഞാൻ എന്നാ ചെയ്യണം? ഞാനാണോ ജാമ്യത്തിൽ ഇറക്കാൻ പോകേണ്ടതെന്ന് അമ്മ മോനോട് ചോദിക്കാം. അപ്പോൾ അമ്മയായിരുന്നല്ലോ മകൻ്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട്. എന്താ ന്യായീകരിക്കാൻ വലിയ ഉത്സാഹമായിരുന്നല്ലോ. ഇത് പോലീസ് സ്റ്റേഷനിലോട്ട് നിന്നങ്ങ് ന്യായീകരിക്കാൻ പറഞ്ഞു. എൻ്റെ മക്കൾ ചുമ്മാ ചെറിയൊരു കുസൃതി കാണിച്ചത് ആ കാര്യമായിട്ട് എടുക്കല്ലേ, അതൊന്ന് വിട്ടുകളാ, ഇന്ന് പറ എന്നും പറഞ്ഞുകൊണ്ട് മനു കിടന്ന് ഷൗട്ട് ചെയ്ത് സംസാരിക്കാം. എല്ലാവരും കൂടെ ചേർന്ന് പീഡിപ്പിച്ച പെൺകുട്ടി ഒരു ചീത്ത പെണ്ണാണെന്നും കൂടെ അങ്ങ് പറഞ്ഞാൽ മതി. പോലീസ് അപ്പം തന്നെ അമ്മയുടെ കൂടെ പറഞ്ഞയക്കും. അയ്യോ ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയത് മാപ്പാക്കണേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുമെന്നും മനു ഇങ്ങനെ പറയുമ്പം, നീ എന്നാടാ മനു ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്റെ കൂടപ്പുറപ്പല്ലേടാ അവനൊരു അബദ്ധം പറ്റിയ നമ്മളല്ലേടാ തിരുത്തേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പം, ഇതിന് മുമ്പൊരു അബദ്ധം പറ്റിയായിരുന്നല്ലോ, അലീനയ്ക്ക് മയക്കുമരുന്ന് കൊടുത്ത് റേപ്പ് ചെയ്യാൻ നോക്കിയില്ലേ, അമ്മ തിരുത്തിയോ അവനെ എന്ന് മനു ചോദിച്ചു. അവൾ ഒറ്റ ഒരുത്തിയാ ഹരിയും രോഹിത്തും പഴിച്ചു പോകാൻ കാരണം എന്ന് പറഞ്ഞ് നാക്ക് പാലേക്കിട്ടില്ല. മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞ് ചെന്നില്ലേ മനു കമലയുടെ നേരെ? തള്ള ഞെട്ടി നിൽക്കുക. അമ്മ ഒറ്റ ഒരുത്തിയാ സകലതിനും കാരണമെന്നും പറഞ്ഞ് അവനെപ്പോലെ ഒരു മകനെ പ്രസവിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യത്തിൽ മനു അങ്ങനെ നിൽക്കുക കേട്ടോ. കമല അന്തം വിട്ട് നിൽക്കുകയാണ്. എത്ര പേര് അതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നുണ്ടെന്ന് അറിയോ? ഒന്നും ആയിട്ടില്ല, അനുഭവിക്കാൻ ഇരിക്കുന്നതേ ഉള്ളെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയാണ് ഈ മനു. നാളെ മുതൽ കൈതക്കൽ മാളിയ വീട്ടിലെ കമലാമ്മ എന്ന് പറഞ്ഞ നാട്ടുകാർ കറങ്ങി നടക്കുന്ന എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനു ഇങ്ങനെ പറയുമ്പോൾ കമലയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. കമല ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ, വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ കേട്ടിട്ട്. മനു പറഞ്ഞിട്ടങ്ങ് കയറിപ്പോയി. കമല അയ്യോ എന്ന് പറഞ്ഞു നെടുവീർപ്പിട്ട് ഇങ്ങനെ നിൽക്കുക അവിടെ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ബാലൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. അപ്പോൾ ഗോവർദ്ധൻ അവിടെ ചെന്നു. അപ്പോൾ അതേ പെട്ടെന്ന് കണ്ടിട്ട് പോകണം കേട്ടോ. അപ്പോൾ കുറച്ച് സമയം മാത്രമേ ഐസിയിൽ അനുവദിച്ചിട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നേഴ്സ് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ ബാലേട്ടാന്ന് ചോദിച്ചു. കുറച്ച് ആശ്വാസമൊക്കെ കിട്ടുന്ന അയ്യോ എന്ന് ചോദിക്കുമ്പോൾ ആശ്വാസം എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം, ചത്തു പോയിരുന്നെങ്കിൽ എനിക്ക് ആശ്വാസം ആയേനെന്ന കാര്യങ്ങൾ ഇങ്ങനെ നേരം നമ്മുടെ ബാലൻ ഗോവർദ്ധനോട് പറയുവാണ്. അങ്ങനെ അതും പറഞ്ഞു ബാലൻ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ, സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.